So, good morning, my dear students. In the last class, we have taken the Dalton's atomic theory, atomic mass, molar mass, Avogadro number, and atomic mass unit. I have sent the assignment. You have answered the assignment. I have given you the correct answers also. Today, I am starting the next point, that is formula mass. Atomic mass, molar mass, and now comes formula mass. And what is meant by formula mass? It is the sum of the atomic mass of all atoms in a formula unit of the substance. ഒരു ഫോർമുല യൂണിറ്റ് ഓഫ് ദ സബ്സ്റ്റൻസിലുള്ള എല്ലാ ആറ്റത്തിന്റെയും അറ്റോമിക് മാസിന്റെ സമ്മിനെയാണ് ഫോർമുല മാസ് എന്ന് പറയുക. ഈ ഫോർമുല മാസും മോളാർ മാസും തമ്മിൽ വ്യത്യാസമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഫോർമുല മാസ് എന്ന് പറയുമ്പോൾ സാധാരണ അയണിക് സോളിഡ്സ് ഒക്കെ എടുത്താല് ഇൻ അയണിക് സോളിഡ്സ് ദ മോളിക്യൂൾ ഓഫ് ദ സബ്സ്റ്റൻസ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടല്ല അയണിക് സോളിഡ്സിൽ ഉണ്ടാവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ NaCl എടുത്താല് അതിൽ രണ്ട് പാർട്ടായിട്ടുണ്ടാവുക, Na പോസിറ്റീവ് ആൻഡ് Cl നെഗറ്റീവ്. ഇങ്ങനെയാണ്, അല്ലാതെ NaCl ഒന്നായിട്ട് സിംഗിൾ യൂണിറ്റ് ആയിട്ടല്ല നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ പറയാ ഫോർമുല മാസ് എന്നാണ് പറയാ, ഫോർമുല മാസ് ഓഫ് NaCl. ശരിക്കും പറഞ്ഞാൽ അത് മോളാർ മാസ് തന്നെയാണ്. ഇപ്പം ഇതിലിപ്പോ Na പോസിറ്റീവ് സോഡിയത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 23. ക്ലോറിന്റെ അറ്റോമിക് മാസ് 35.5. രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് 58.5. That is the formula mass of NaCl. സാധാരണ ഈ ഫോർമുല മാസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് യു ഉപയോഗിച്ചാണ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറ്റോമിക് മാസ് യൂണിറ്റ് അല്ല ഇന്ന്. എന്താണ് 58.5 ഗ്രാം എന്നല്ല, 58.5 യു. 23 സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23 യു. ക്ലോറിന്റെ അറ്റോമിക് മാസ് 35.5 യു. ഇങ്ങനെയാണ് പറയാ. ഇതിനാണ് ഫോർമുല മാസ് എന്ന് പറയുക. ശരിക്കും വെച്ചാൽ മോളാർ മാസ് പോലെ തന്നെ, പക്ഷെങ്കിൽ അയണിക് സോളിഡ് ആകുമ്പോൾ അതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് നിൽക്കില്ല. അതുകൊണ്ടാണ് അതിന് ഈ രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത്, അതിന്റെ ആരിയ എന്ന് പറയുന്നത്. അതേസമയത്ത് ഇപ്പം വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് കാൽസ്യം ക്ലോറൈഡ്? നമ്മൾ എന്താ ചെയ്യുക? സാധാരണ നിങ്ങൾ പഠിച്ചതിനാണ് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? കാൽസ്യത്തിന്റെ അറ്റോമിക് മാസ് എടുക്കും, ക്ലോറിന്റെ അറ്റോമിക് മാസ് എടുക്കും, അത് രണ്ടും കൂടി ആഡ് ചെയ്യും. ഇപ്പൊ രണ്ട് ക്ലോറിനുണ്ട്, രണ്ട് ക്ലോറിന്റെ അറ്റോമിക് മാസ് എടുക്കണം. അപ്പൊ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. ഫോർമുല മാസ് എന്ന് പറഞ്ഞ ടേം കൂടി ഉണ്ട്, അതുകൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ അറ്റോമിക് മാസ്, മോളാർ മാസ് ആൻഡ് ഫോർമുല മാസ്. ആൻഡ് നൗ കംസ് one of the most important part of this chapter, that is mole concept. ഇതിൽ ധാരാളം പോയിന്റ്സ് പഠിക്കാനുണ്ട്. മോൾ കൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വാട്ട് ഈസ് എ മോൾ? വാട്ട് ഈസ് എ മോൾ? മോൾ ഈസ് ഡിഫൈൻഡ് ആസ് the amount of substance containing one Avogadro number of particles. Mole is defined as the amount of substance containing one Avogadro number of particles. ഈ Avogadro number of particles എന്ന് പറഞ്ഞാൽ ഈ particles can be atoms, molecules or ions. അപ്പം Avogadro number ഓഫ് ആറ്റംസ് അടങ്ങിയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെയാണ് ഒരു മോൾ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് Avogadro നമ്പർ? 6.02 into 10 raised to 23. But 6.02 into 10 raised to 23 atoms. ഇതിന് നമ്മൾ എന്ത് പറയും? ഒരു മോൾ എന്ന് പറയാം. 6.02 into 10 raised to 23 molecules. ഇതിന് എന്ത് പറയാം? ഒരു മോൾ എന്ന് പറയാം. അതേപോലെ 6.02 into 10 raised to 23 ions. അതിനെയും ഒരു മോൾ എന്ന് പറയും. അപ്പം Avogadro number ഓഫ് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസ് എമൗണ്ടിനെയാണ് മോൾ എന്ന് പറയുന്നത്. മോളിന്റെ ഡെഫിനിഷൻ വൺസ് അഗെയിൻ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മോൾ?
mole is defined as amount of substance. It is an amount. Mole is defined as an amount of substance containing one Avogadro number of particles. Avogadro number of particles എന്ന് പറയുമ്പോൾ either it can be atoms, molecules or ions. Avogadro number of atom ആണെങ്കിൽ അതിന് സാധാരണ പറയുക 1 mole atom എന്നാണ് പറയുക. 1 mole atom. Avogadro number of molecules ആണെങ്കിൽ അതിനെ 1 mole എന്നാണ് പറയുക. Avogadro number of ions ആണെങ്കിലോ 1 mole ion എന്ന് പറയും. അപ്പൊ എപ്പോഴും 1 mole കൂട്ടിയാൽ അതിന്റെ അർത്ഥം എന്താണ്? Avogadro number അതിൽ അടങ്ങിയിട്ടുണ്ട്. That is what's meant by mole concept. And from this mole, you can calculate number of moles. ഒരു സബ്സ്റ്റൻസിൽ എത്ര മോൾസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനൊരു ഫോർമുലയുണ്ട്. നിങ്ങൾക്കൊരു എമൗണ്ട് തന്നു, ഒരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഒരു 10 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം സബ്സ്റ്റൻസ് തന്നു. അതിൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിന് ഫോർമുല ഇതാണ്: നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു weight in gram divided by molar mass. ഇതാണ് ഫോർമുല. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു weight in grams by molar mass. അപ്പൊ നിങ്ങൾക്ക് ഒരു എമൗണ്ട് തന്നാൽ അതിൽ എത്ര മോൾ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഇതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് തരും, എന്നുവെച്ചാൽ അതിൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്താ കാണേണ്ടത്? വെയിറ്റ് ഇൻ ഗ്രാംസ്. എങ്ങനെയാ വെയിറ്റ് ഇൻ ഗ്രാംസ് കാണാൻ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താ പോലെ. അപ്പൊ എന്താ കിട്ടുക നമുക്ക്? നമ്പർ ഓഫ് മോൾസ് ഇൻടു മോളാർ മാസ്. ഇതാണ് മോൾ കൺസെപ്റ്റിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസും കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ഇൻ ഗ്രാംസും കണ്ടുപിടിക്കാം. ഞാൻ നോട്ടില് കുറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത്. 1-2 എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുക്കാം. ഹൗ മെനി മോൾസ് ആർ പ്രസന്റ് ഇൻ 7 gram nitrogen? How many moles? Molecules നല്ലേ? How many moles? മോളും മോളിക്യൂളും തമ്മിൽ വ്യത്യാസമുണ്ട്. മോൾ എന്ന് പറയുന്നത് എന്താണ്? എവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ്. മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ മോളിക്യൂൾ ആണ്. അപ്പം 7 ഗ്രാം നൈട്രജനിൽ എത്ര മോൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താ വേണ്ടത്? വെയിറ്റ് ഇൻ ഗ്രാം എത്രയാണ്? വെയിറ്റ് ഇൻ ഗ്രാം 7. വെയിറ്റ് ഇൻ ഗ്രാം ബൈ മോളാർ മാസ്. മോളാർ മാസ് ഓഫ് നൈട്രജൻ എത്രയാണ്? നൈട്രജൻ N2. അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ 14 ആണ്. ഇപ്പൊ മോളാർ മാസ് ഓഫ് നൈട്രജൻ എത്രയാണ്? 28. അപ്പം ഹൗ മെനി മോൾസ് ഓഫ് നൈട്രജൻ ആർ പ്രസന്റ് ഇൻ 7 ഗ്രാം നൈട്രജൻ എന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്താണ്? 7/28. 7/28 സിംപ്ലിഫൈ ചെയ്താൽ 1/4. പക്ഷെ സാധാരണ 1/4 എന്ന് പറയില്ല. മോള് പറയുമ്പോ ഇപ്പൊ ഇങ്ങനെയാ പറയാ? 0.25 മോൾസ്. 1/4 മോൾ എന്നല്ല പറയാ. 1/4 എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് 0.25 ആണ്. 0.25 മോൾസ്. ഇങ്ങനെയാണ് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ചില സമയത്ത് ചോദിക്കുക എന്താണെന്ന് അറിയോ? കാൽക്കുലേറ്റ് ദ എമൗണ്ട് present in 1.5 moles water. Calculate the amount present in 1.5 moles water. ഇപ്പൊ എന്താണ്? വെയിറ്റ് ഇൻ ഗ്രാംസിലെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. ആ വെയിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ വെയിറ്റ് കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എത്രയാ? 1.5 ഇൻടു മോളാർ മാസ് ഓഫ് വാട്ടർ. മോളാർ മാസ് ഓഫ് വാട്ടർ എത്രയാണ്? ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അറ്റോമിക് വെയിറ്റ് ആഡ് ചെയ്യണം. ഹൈഡ്രജന്റെ അറ്റോമിക് വെയിറ്റ് എത്രയാ? 1 ആണ്. അപ്പൊ 2 ഉള്ളത് കൊണ്ട് 2 പ്ലസ് ഓക്സിജന്റെ അറ്റോമിക് വെയിറ്റ് 16. അപ്പൊ 2 + 16 is 18. അപ്പൊ എന്താ വരിക? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ 1.5 moles of water. The amount of water present in 1.5 moles equal to 1.5 into molar mass of water.
That means it is equal to 27 gram. But this is what is meant by, this is how you can calculate the number of moles and also the weight in grams. ചില സമയം പരീക്ഷയിൽ അത് ചോദിക്കാറുണ്ട്. How many moles are present in the following? ഒന്നോ രണ്ടോ സബ്സ്റ്റൻസിലും അതിലുള്ള മോൾസ് കണ്ടുപിടിക്കണം. ഇനി സാധാരണ ചില സമയത്ത് ഇപ്പം ചോദിക്കാണ്, how many moles are present in 6 gram carbon? How many moles are present in 6 gram carbon? അപ്പൊ അവിടെ എന്താ വേണ്ടത്? weight in carbon is 6 divided by carbon molar mass ഇല്ല. ഉണ്ടോ? കാർബൺ ഒറ്റ ആറ്റം അറ്റോമിക് സ്റ്റേറ്റ് അല്ലേ? അപ്പൊ കാർബണിന്റെ അറ്റോമിക് മാസ് കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്. അറ്റോമിക് മാസ് ഓഫ് കാർബൺ 12 ആണ്. അപ്പൊ എന്താ വരിക? 1/2. അതിന് പറയുന്നറിയോ? 1/2 എന്ന് പറയാൻ 0.5 അല്ലേ? അപ്പോഴേ 0.5 മോൾ ആറ്റം കാർബൺ എന്നാണ് പറയുക. കാരണം കാർബൺ മോളിക്യൂൾ ആയിട്ടില്ല, കാർബൺ ആറ്റം ആയിട്ടാണ്. അപ്പൊ ആറ്റം ആകുമ്പോൾ എന്ത് വരും? 0.5 മോൾ ആറ്റം കാർബൺ. അപ്പൊ അറ്റോമിക് സ്റ്റേറ്റിലുള്ള എലിമെന്റ്സ് ആണെങ്കിൽ അതിന് അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷെ എഴുതുമ്പോൾ മോൾ ആറ്റം എന്ന് പറയണം. അധിക മെറ്റൽസും ഇപ്പൊ സോഡിയം ആയിക്കോട്ടെ, പൊട്ടാസ്യം, മെഗ്നീഷ്യം, കാൽസ്യം, ഇതൊക്കെ ആറ്റം ആയിട്ടാണ്. അപ്പൊ അതിന്റെ ഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രാമിന് അറ്റോമിക് മാസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അവിടെ മോളാർ മാസ് ഇല്ല. മോളിക്യൂൾ ആണെങ്കിൽ യു ക്യാൻ ഡിവൈഡ് ബൈ മോളാർ മാസ്. അതാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് വെയിറ്റ് ഇൻ ഗ്രാംസ് ബൈ മോളാർ മാസ് ആണ്. അവിടെ നമ്മൾ മോൾ എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ അറ്റോമിക് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന് എന്ത് പറയും? നമ്മള് മോൾ ആറ്റം എന്ന് പറയും. അപ്പൊ ഞാൻ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ മോളിന് ഡിഫറന്റ് ആസ്പെക്റ്റുകൾ ഉണ്ട്. അതായത് ഡിഫറന്റ് ആസ്പെക്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഇത് ഓർമ്മിച്ചു നോക്കി. ഇത് ഞാൻ നോട്ട് തന്നിട്ടുണ്ടെന്നാലും നോക്കിക്കോളൂ. 1 മോളാണ്. ഈ മോളിന് ധാരാളം കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇൻ ടേംസ് ഓഫ് പാർട്ടിക്കിൾസ്, in terms of particles, then in terms of volume, and here in terms of mass. ഒരു മോളിന് നമുക്ക് in terms of, അതായത് ഒരു മോളിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടാവും. In terms of particles, 1 mole contains 6.02 into 10 raised to 23. ഒരു മോളിൽ എത്ര പാർട്ടിക്കിൾസ് ആണ്? In terms of particles, the value is 6.02 into 10 raised to 23. ഒരു മോൾ സബ്സ്റ്റൻസിന്റെ വോളിയം എത്രയാണ്? ഇതൊക്കെ ഫിക്സഡ് ആണ്, കോൺസ്റ്റന്റ് ആണ്. ഒരു മോൾ സബ്സ്റ്റൻസിന്റെ വോളിയം എത്രയാണ്? 22.4 ലിറ്റർ at STP. മനസ്സിലാകുന്നുണ്ടോ? ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഈ ഫിഗർ ഓർമ്മിച്ചാൽ മതി. ഒരു മോളിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? അവഗാഡ്രോ നമ്പർ 6.02 into 10 raised to 23. ഒരു മോൾ എത്രയാണ് വോളിയം? എപ്പോഴും ഒരു മോൾ സബ്സ്റ്റൻസ് എടുത്ത് അതിന്റെ വോളിയം ഫിക്സഡ് ആണ്, 22.4 ലിറ്റർ at STP. ഇൻ ടേംസ് ഓഫ് മാസ് രണ്ട് തരത്തിൽ പറയാം. വൺ ഈസ് ഗ്രാം ആറ്റം, മറ്റേത് ഗ്രാം മോൾ. ഗ്രാം ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് മാസ് ഇൻ ഗ്രാം. ഗ്രാം മോൾ എന്ന് പറഞ്ഞാലോ പഠിച്ചതാണ്, മോളാർ മാസ് ഇൻ ഗ്രാം. അപ്പൊ ഇൻ ടേംസ് ഓഫ് മാസ് 1 mole represent either gram atom or gram mole. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കിയാൽ ഇതിൽ നിന്ന് ഒരു മോളിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഒരു മോളിൽ എന്തൊക്കെയുണ്ട്? ഒരു മോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഒരു മോളിൽ എത്ര പാർട്ടിക്കിൾസ് ആണ്? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതിന്റെ വാല്യൂ ആണ് 6.02 into 10 raised to 23. Understood? ഇപ്പം ഫോർ എക്സാമ്പിൾ 16 gram oxygen contain
6.02 into 10 raised to 23 atoms. 32 gram oxygen contain 6.02 into 10 raised to 23 molecules. അതേപോലെ തന്നെ in terms of volume, 1 mole, 32 gram oxygen, what is the volume? 22.4 liter. അപ്പം മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ്. ഈ ഒരു ഫിഗർ ശരിക്ക് മനസ്സിൽ ഉണ്ടായിരിക്കണം, എന്നാൽ മോളിനെ പറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നെക്സ്റ്റ് പോയിന്റ് യു ഹാവ് ടു സ്റ്റഡി ഈസ് പെർസെന്റേജ് കോമ്പോസിഷൻ. നെക്സ്റ്റ് പോയിന്റ് after the mole concept, the next one is percentage composition. And what is meant by percentage composition? It is the mass percentage of each substance, each atoms or each element in a substance. ഒരു സബ്സ്റ്റൻസിലുള്ള എല്ലാ എലിമെന്റ്സിന്റെയും മാസ് പെർസെന്റേജിനെയാണ് പെർസെന്റേജ് കോമ്പോസിഷൻ എന്ന് പറയുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പെർസെന്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? യു ഹാവ് ടു ഫൈൻഡ് മാസ് percentage. This simple percentage ആണ് mass percentage. And what is the formula to find the mass percentage? Mass percentage is equal to mass of element divided by molar mass of the substance. Molar mass of the substance containing that element, that's all, into 100. This is the formula. So mass percentage of any element is equal to mass of element by molar mass of the substance into 100. നമുക്കിവിടെ സാധാരണയായിട്ട് മെയിനായിട്ട് ആവശ്യമുള്ളത് എന്താ വെച്ചാൽ മാസ് പെർസെന്റേജ് ഓഫ് കാർബണും ഹൈഡ്രജനും കണ്ടുപിടിക്കും. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് എങ്ങനെ മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ അല്ലെങ്കിൽ പെർസെന്റേജ് കോമ്പോസിഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താ? മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ ആൻഡ് മാസ് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു എമൗണ്ട് തന്നു, നിങ്ങൾക്ക് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എമൗണ്ട് തന്നു. ഇപ്പം മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡിലുള്ള മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ കാണണം. അപ്പൊ എന്താ വേണ്ടത്? മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് തരും, അതിലുള്ള മാസ് പെർസെന്റേജ് ആണ് കാണുന്നത്. അപ്പൊ എന്ത് വേണം? മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു 12/44 ഇൻറ്റു 100. ഈ 12ഉം 44 എന്താണെന്ന് മനസ്സിലായോ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് 44 ആണ്. അപ്പം 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ അതിൽ എത്ര ഗ്രാം കാർബൺ ഉണ്ട്? ഒരു ആറ്റം അല്ലേ? 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്ൻ 12 ഗ്രാം കാർബൺ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്ന മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയുണ്ട്? ദാറ്റ് ഈസ് മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു 12/44 ഇൻറ്റു 100. ഇതൊക്കെ എന്താ വെച്ചാല് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. 12/40 കാർബൺ ഡൈ ഓക്സൈഡ് തന്നാൽ 12/44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു 12/44 ഇൻറ്റു 100, ദാറ്റ് ഈസ് മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. ഇതേപോലെ തന്നെ മാസ് പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ ഇൻ വാട്ടർ, മാസ് പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ ഇൻ വാട്ടർ, അതും ഇതേപോലെ തന്നെയാണ്. മാസ് ഓഫ് വാട്ടർ ഇൻറ്റു 2/18 ഇൻറ്റു 100. എന്താണ് ഈ 2ഉം 18ഉം? യു നോ മോളാർ മാസ് ഓഫ് വാട്ടർ എത്രയാ? 2 + 16, അതായത് 18 ഗ്രാം വാട്ടർ കണ്ടെയ്ൻസ് ഹൗ മച്ച് ഗ്രാം ഹൈഡ്രജൻ? H2 അല്ലേ? അപ്പൊ 2. അപ്പൊ 2 ഗ്രാം ഹൈഡ്രജൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാസ് തന്നിട്ടുണ്ട്? അത് കാണാൻ പറ്റില്ലേ? അപ്പൊ വാട്ടർ തന്നാൽ വാട്ടർ ഇൻറ്റു മാസ് ഓഫ് വാട്ടർ ഇൻറ്റു 2/18 ആണ് എടുക്കേണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലോ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 12/44 എടുക്കണം. കാരണം ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും തരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ
അധിക പ്രോബ്ലവും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് ബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ, ഇപ്പൊ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോഴും ഇത് പഠിക്കേണ്ടി വരും നമുക്ക്, മാസ് പെർസെന്റേജ് കാൽക്കുലേഷൻ. അപ്പൊ മാസ് പെർസെന്റേജ് ഓഫ് കാർബണും കാണാം, മാസ് പെർസെന്റേജ് ഓഫ് ഹൈഡ്രജനും കാണാം. കാർബൺ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ഇൻ വാട്ടർ. അപ്പം ഇതിനെയാണ് പെർസെന്റേജ് കോമ്പോസിഷൻ. ഇനിയിപ്പോ ഇത് മാത്രമല്ല, സപ്പോസ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ പെർസെന്റേജ് കോമ്പോസിഷൻ ഓഫ് ഈ ഒരു സബ്സ്റ്റൻസ് തന്നു, അതിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ കാണാൻ പറഞ്ഞു. കാണാൻ പറ്റുമോ നമുക്ക്? കാണാം. ഓരോ ആറ്റത്തിന്റെയും മാസ് പെർസെന്റ് ആണ് കാണേണ്ടത്. ഈ കോമ്പൗണ്ടിന്റെ പേര് C2H5OH എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് കഴിഞ്ഞ പഠിച്ചിട്ടുണ്ട്, ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഈഥനോൾ. അപ്പം ഇതിന്റെ മോളാർ മാസ് എത്രയാണ് അത് നോക്കാം നമുക്ക്. മോളാർ മാസ് കണ്ടുപിടിക്കുക. ആ മോളാർ മാസ്, ഇപ്പം ഇതിന്റെ മോളാർ മാസ് 46 ആണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ, 46 ആണ്. ആ 46ൽ എത്ര ഗ്രാം കാർബൺ ഉണ്ട്, എത്ര ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഗ്രാം ഓക്സിജൻ ഉണ്ട്? ഇപ്പൊ മാസ് പെർസെന്റ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് കാർബൺ ബൈ മോളാർ മാസ്, മാസ് ഓഫ് എലിമെന്റ് ബൈ മോളാർ മാസ് ഇൻടു 100. മാസ് പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാലോ മാസ് ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻടു 100. മാസ് പെർസെന്റ് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ഓക്സിജൻ ബൈ മോളാർ മാസ് ഇൻടു 100. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താലാണ് പെർസെന്റേജ് കോമ്പോസിഷൻ. പെർസെന്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞതാണ്. മനസ്സിലായില്ലായിരിക്കും? അപ്പൊ പെർസെന്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് പെർസെന്റേജ് ഓഫ് ഈച്ച് എലിമെന്റ് ഇൻ എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിലുള്ള ഓരോ എലിമെന്റിന്റെയും മാസ് പെർസെന്റേജിനെയാണ് പെർസെന്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് പെർസെന്റേജ് കോമ്പോസിഷൻ. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്യുലർ ഫോർമുല. നെക്സ്റ്റ് പോയിന്റ്, you have to study about two formulas, empirical formula and molecular formula, and problems based on that. Now listen carefully. First I am taking empirical formula. What is meant by empirical formula? Empirical formula is the simplest formula of the compound which represent the whole number ratio of atoms present in the compound. Empirical formula is the simplest formula of the compound which represent only the ratio of atoms of elements. അതിനെയാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുക. സിംപ്ലസ്റ്റ് ഫോർമുലയാണ്, മാത്രമല്ല അതിൽ ആറ്റത്തിന്റെ റേഷ്യോ മാത്രമേ പറയുള്ളൂ. എന്നാൽ വാട്ട് ഈസ് മോളിക്യുലർ ഫോർമുല? വാട്ട് ഈസ് മോളിക്യുലർ ഫോർമുല? Molecular formula shows the exact number of atoms of elements present. ഒരു കോമ്പൗണ്ടിലുള്ള എക്സാക്ട് നമ്പർ ഓഫ് ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മോളിക്യുലർ ഫോർമുലയാണ്. അതിലുള്ള റേഷ്യോ മാത്രം കാണിക്കുന്നത് എംപിരിക്കൽ ഫോർമുലയാണ്. ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ പോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബെൻസീൻ. എല്ലാവർക്കും അറിയാലോ ഫോർമുല. What is the formula of benzene? C6H6. That means benzene contains 6 carbon atom and 6 hydrogen atom. That is the molecular formula of benzene. Because it shows actual number of atoms of carbon and hydrogen. മനസ്സിലായി പറഞ്ഞത്? ഇവിടെ ആക്ച്വൽ നമ്പർ കാണിക്കുന്നില്ലേ, എക്സാക്ട് നമ്പർ കാണിക്കുന്നില്ലേ? അങ്ങനെ എക്സാക്ട് നമ്പർ കാണിക്കുന്നത് എപ്പോഴും മോളിക്യുലർ ഫോർമുലയാണ്. എന്നാൽ ഈ കാർബൺ ഹൈഡ്രജൻ ഏത് റേഷ്യോയിലാണ് ഉള്ളത്? ഇവിടെ സിംപ്ലസ്റ്റ് ആയിരിക്കണം. അപ്പൊ 6:6 എന്ന് പറഞ്ഞാൽ 1:1 അല്ലേ? അപ്പൊ എംപിരിക്കൽ ഫോർമുല ബെൻസീൻ എന്തായിരിക്കും? അതിന്റെ റേഷ്യോ മാത്രം 1:1 ഉള്ള റേഷ്യോ. അപ്പൊ CH. അപ്പം എംപിരിക്കൽ ഫോർമുല ബെൻസീൻ is CH, whereas molecular formula benzene is C6
H6. മനസ്സിലായി പറഞ്ഞത്? ഇനി another example I am taking, glucose എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഫോർമുല C6H12O6 ആണ്. ആക്ച്വൽ നമ്പർ 6 കാർബൺ 12 hydrogen 6 oxygen, C6H12O6. That is the molecular formula of glucose. But what about the ratio here? 6:12:6. Simplify ചെയ്യാൻ പറ്റില്ലേ നമുക്ക്? Simplify ചെയ്താൽ എന്താ കിട്ടുക? 1:2:1. Then what will be the empirical formula? Empirical formula becomes CH2O. Molecular formula of glucose is C6H12O6. Whereas empirical formula of glucose is CH2O. അവിടെ ratio മാത്രമേ കാണിക്കുള്ളൂ, മറ്റേത് actual number of atoms കാണിക്കും. So once again, empirical formula is the simplest formula of the compound which represent the ratio of number of atoms of elements present. What is molecular formula? Molecular formula shows the actual number of atoms of elements present. That is what's meant by empirical formula and molecular formula. Now, there is a relation connecting empirical formula and molecular formula, and that relation is molecular formula equal to empirical formula into n. Study the relation. Molecular formula equal to empirical formula into n, where n is a whole number. N is a whole number, and it can be calculated using the formula molecular weight അല്ലെങ്കിൽ molar mass, molecular weight by empirical formula weight. എംപിരിക്കൽ ഫോർമുല കിട്ടിയാൽ അതിലുള്ള ആറ്റത്തിന്റെ അറ്റോമിക് മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എംപിരിക്കൽ ഫോർമുല വെയിറ്റ് കിട്ടും. മോളിക്കുലർ വെയിറ്റ് വേറെ മെത്തേഡിൽ കാണണം. കാരണം നമുക്ക് കോമ്പൗണ്ട് ഫോർമുല കിട്ടില്ലല്ലോ, ഫോർമുല കണ്ടുപിടിക്കണ്ടേ നമുക്ക്. അപ്പൊ മോളിക്കുലർ വെയിറ്റ് എങ്ങനെ കാണണം? അത് കണ്ടുപിടിക്കാൻ there is another formula. ഒന്നുകിൽ നിങ്ങൾക്ക് മോളിക്കുലർ വെയിറ്റ് തരും ക്വസ്റ്റ്യനിൽ തന്നെ, അല്ലെങ്കിൽ മോളിക്കുലർ വെയിറ്റ് കാണാൻ മറ്റൊരു ഫോർമുലയുണ്ട്. That is 2 into vapor density. ഈ വേപ്പർ ഡെൻസിറ്റി അതൊന്നും പഠിക്കണ്ട. വേപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഒരു ടേം തരും നിങ്ങൾക്ക്. ആ വേപ്പർ ഡെൻസിറ്റി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മോളിക്കുലർ വെയിറ്റ് കിട്ടും. മോളിക്കുലർ വെയിറ്റ് കിട്ടിയാൽ ആ മോളിക്കുലർ വെയിറ്റിന് നിങ്ങൾ കണ്ടുപിടിച്ച എംപിരിക്കൽ ഫോർമുല വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു ഷുഡ് ഗെറ്റ് എ ഹോൾ നമ്പർ ദാറ്റ് ഈസ് n. ആ എന്നിനെ കൊണ്ട് എംപിരിക്കൽ ഫോർമുല മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് മോളിക്കുലർ ഫോർമുല. അപ്പൊ ജസ്റ്റ് നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. പക്ഷേ റിലേഷൻ അറിയണം, നമുക്ക് റിലേഷൻ ബൈ ഹാർട്ട് ആയിരിക്കണം. റിലേഷൻ എന്ന് പറയുന്നത് മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻടു n. n is equal to molecular weight by empirical formula weight, and molecular weight can be calculated using the formula 2 into vapor density. Understood? Now comes the problems. ഇപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം ഞാനിപ്പോ ക്ലാസ്സിൽ തന്നെ ചെയ്യാൻ, ഞാൻ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ധാരാളം പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എല്ലാ പ്രോബ്ലംസും ക്ലാസ് ചെയ്യാൻ സമയം കിട്ടില്ല നമുക്ക്, പക്ഷെ എന്നാലും 1-2 പ്രോബ്ലംസ് ഞാൻ ക്ലാസ്സിൽ ചെയ്യും. ഇന്നിപ്പോ ചെയ്യുന്നത് ഒന്നാമത്തെ പ്രോബ്ലം. ആ പ്രോബ്ലം എന്താ വെച്ചാൽ എ കോമ്പൗണ്ട് വാസ് ഫൗണ്ട്. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുന്നുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് നോട്ടിൽ തന്നെ. ആ നോട്ടിൽ ഇതാണ് പറഞ്ഞത്. എ കോമ്പൗണ്ട് വാസ് ഫൗണ്ട് ടു ഹാവ് ദ ഫോളോയിങ് പെർസെന്റേജ് കോമ്പോസിഷൻ. ഒരു കോമ്പൗണ്ടിലുള്ള പെർസെന്റേജ് കോമ്പോസിഷൻ ആണ് നിങ്ങൾക്ക് തന്നത്. കാർബൺ 40%, hydrogen 6.6%, and
the rest of the portion and the rest is oxygen. നിങ്ങൾക്ക് തന്ന പ്രോബ്ലം ഇതാണ്. A compound is found to have the following percentage composition. അതായത് 3 എലിമെന്റ്സ് ആണുള്ളത്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബണിന്റെ പെർസെന്റേജ് 40%, ഹൈഡ്രജൻ 6.66, ഓക്സിജൻ ബാക്കിയുള്ളത് ഓക്സിജൻ എന്ന് പറയുന്നത്. യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് എംപിരിക്കൽ ഫോർമുല. EF എന്ന് പറഞ്ഞ എംപിരിക്കൽ ഫോർമുല. ഇനിയിപ്പോ ഞാൻ EF എന്ന് എഴുതൂല, എല്ലാം കംപ്ലീറ്റ് എഴുതേണ്ട ആവശ്യമില്ല. എംപിരിക്കൽ ഫോർമുല. ഇനി അതിന്റെ കൂടെ തന്നെ ഒന്നുകൂടി പറയുന്നുണ്ട്. If the vapor density of the compound is 90, calculate molecular formula also. ആദ്യം നമുക്ക് ഈ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ ഈ 3 ഇത് തന്നിട്ടുണ്ട്, എലിമെന്റ്സിന്റെ പെർസെന്റേജ് തന്നിട്ടുണ്ട്. പക്ഷെ വേപ്പർ ഡെൻസിറ്റി തന്നതുകൊണ്ട് അതിൽ നിന്ന് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഇനി എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല കാണാൻ സാധാരണയായിട്ട് ടാബുലർ കോളം വരച്ചാണ് ചെയ്യുക. വേറൊന്നും ആവശ്യമില്ല, സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, ടാബുലർ കോളം മാത്രം. ആ ടാബുലർ കോളത്തിൽ ഒന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് നെയിം ഓഫ് എലിമെന്റ്. നെയിം ഓഫ് എലിമെന്റ് അതാണ് ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. സെക്കൻഡ് കോളം പെർസെന്റേജ് ഓർ weight of element. Percentage or weight of element. Third column is percentage or weight divided by WT നോക്കാൻ weight ആണ്, percentage of weight by atomic mass. ഇത് ഒരു ലെങ്തി കോളമായിട്ട് എടുക്കണം, കാരണം ഇവിടെ തന്നെ കാൽക്കുലേഷൻ വെക്കേണ്ടതുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ റേഷ്യോ കണ്ടുപിടിക്കണം. റേഷ്യോ, ആ റേഷ്യോ കഴിഞ്ഞാൽ ലാസ്റ്റ് കോളത്തിൽ നമ്മൾ എന്ത് വേണം? ആ റേഷ്യോന് സിമ്പിൾ ഹോൾ നമ്പർ അല്ലെങ്കിൽ അത് സിമ്പിൾ ഹോൾ നമ്പർ ആക്കി മാറ്റണം. ഇതാണ് കോളംസ്. നമുക്ക് ഇതുകൂടി കംപ്ലീറ്റ് ചെയ്ത് ഇന്നത്തെ ക്ലാസ് നിർത്താം, ഈ പ്രോബ്ലം കൂടി കഴിഞ്ഞിട്ട്. ഇതാണ് വരുന്നത്. അപ്പൊ നെയിം ഓഫ് എലിമെന്റ് ഏതൊക്കെയാണ്? കാർബൺ, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ. അപ്പൊ സിമ്പിൾ മാത്രം ഇട്ടാൽ മതി, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അതിന്റെ പെർസെന്റേജ് നിങ്ങൾക്ക്, കാർബണിന്റെ പെർസെന്റേജ് എത്രയാ? 40%. ഹൈഡ്രജന്റെ പെർസെന്റേജ് എത്രയാ? 6.66%. അല്ലെ? അപ്പൊ ഓക്സിജന്റെ പെർസെന്റേജ് എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 100 നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ എത്ര വരിക? 100 മൈനസ് ഇത് രണ്ട് ആഡ് ചെയ്താൽ 46.66. ടോട്ടൽ പെർസെന്റ് എപ്പോഴും 100 ആയിരിക്കൂലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഇത് കഴിച്ചാൽ ഓപ്ഷൻ കിട്ടി, മൈനസ് ചെയ്താൽ കിട്ടി. അപ്പൊ 100 മൈനസ് 46.66 എന്ന് പറഞ്ഞാൽ 53.34% ഓക്സിജൻ ആണ്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള തന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചോളൂ. ഇനി അടുത്ത കോളം എന്താ പറയുന്നത്? പെർസെന്റേജ് ഓർ വെയിറ്റ് ബൈ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. പെർസെന്റേജ് 40 അല്ലേ, ബൈ അറ്റോമിക് മാസ് ഓഫ് കാർബൺ എത്രയാ? 12. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 40/12 മീൻസ് 3.33. ഇനി അടുത്തത് ഹൈഡ്രജൻ ആണ്. 6.66 by what is atomic weight of hydrogen? 1. എപ്പോഴും ശ്രദ്ധിക്കണേ, അറ്റോമിക് വെയിറ്റ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. കാർബണിന്റെ അറ്റോമിക് വെയിറ്റ് 12 ആണ്, ഹൈഡ്രജന്റെ അറ്റോമിക് വെയിറ്റ് 1 ആണ്. അപ്പൊ എത്ര വരിക? 6.66. ഇനി ഓക്സിജൻ എത്രയാണ്? 53.34 by what is the atomic weight of oxygen? Come on, 16, and that again is 3.33. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസ് നോക്കിയാട്ട് ഇവിടെ ഈ വാല്യൂസ് ഒക്കെ എങ്ങനെയാണ്? ഫ്രാക്ഷൻസ് അല്ലേ, ഡെസിമൽസ് അല്ലേ? പക്ഷെ ഡെസിമൽ ആവാൻ പറ്റൂല, നമുക്ക് എന്ത് വേണം? ഹോൾ നമ്പർ ആവണം. ഹോൾ നമ്പർ ആണ്, അല്ലാതെ ആറ്റംസ് പകുതി അര ആറ്റംസ് ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്യും, അല്ലെ 3.33 ആറ്റമായിട്ട് കമ്പൈൻ ചെയ്യില്ല. അപ്പൊ ഇതിന് ഇങ്ങനെ കിട്ടുന്ന വാല്യൂവിന് ഹോൾ നമ്പർ ആക്കി മാറ്റാൻ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് എന്താണെന്ന് അറിയോ? ഈ
വെയിറ്റിൽ ഇവിടെ കിട്ടിയ പെർസെന്റേജ് ബൈ അറ്റോമിക് വെയിറ്റ് അതിൽ ലോവസ്റ്റ് നമ്പർ കൊണ്ട് എല്ലാറ്റിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് ലോവസ്റ്റ് നമ്പർ എത്രയാ? 3.33 അല്ലേ? ഇത് 3 നമ്പറേ ഉള്ളൂ. 3 നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം സെയിം ആണ്. ഒന്ന് 6.6. അതിൽ ഏറ്റവും കുറഞ്ഞ നമ്പർ ഏതാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ റേഷ്യോ എന്താ വരികയെന്നറിയോ? 3.33 by 3.33 that is 1. രണ്ടാമത്തെ എന്താ വരിക? 6.66 by ലോവസ്റ്റ് നമ്പർ 3.33 കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. that is 2. മൂന്നാമത്തെ എന്താ വരിക? 3.33 by 3.33 that is 1. അപ്പൊ ഇവിടെ എന്തായി? റേഷ്യോ നമുക്ക് കിട്ടി. ആ റേഷ്യോ ഹോൾ നമ്പർ അല്ലേ? ഇത് ഹോൾ നമ്പർ അല്ലെങ്കിൽ ഇവിടെ ഹോൾ നമ്പർ ആക്കണം. പക്ഷെ ഹോൾ നമ്പർ ആയതുകൊണ്ട് 1 2 1. ഇപ്പൊ കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ കിട്ടിയില്ലേ നമുക്ക്? അപ്പൊ എന്താണ് ഇവിടെ വരുന്നത്? അപ്പൊ നമ്മൾ എഴുതേണ്ടത് എന്താണ്? റേഷ്യോ ഓഫ് കാർബൺ, ഹൈഡ്രജൻ and oxygen is equal to 1:2:1. മനസ്സിലാകുന്നുണ്ടല്ലോ എല്ലാവർക്കും? അപ്പം ഇങ്ങനെ റേഷ്യോ കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? എംപിരിക്കൽ ഫോർമുല കണ്ടുകൂടെ? EF എന്ന് പറഞ്ഞ എംപിരിക്കൽ ഫോർമുല അല്ലേ? അപ്പൊ എന്താ എംപിരിക്കൽ ഫോർമുല? കാർബണിന്റെ റേഷ്യോ 1, അപ്പൊ ഒറ്റ ആറ്റം കാർബൺ C. ഹൈഡ്രജൻ 2 ആറ്റം വേണം, അപ്പൊ H2. ഓക്സിജൻ ഒറ്റ ആറ്റം മതി, ദാറ്റ് ഈസ് O. അപ്പൊ എന്താണ് എംപിരിക്കൽ ഫോർമുല? CH2O. മനസ്സിലായി എല്ലാവർക്കും? ഇതാണ് എംപിരിക്കൽ ഫോർമുല കാണുന്ന മെത്തേഡ്. ഒന്നുകൂടി ഞാൻ പറയാം. ഈ ടാബുലർ കോളമാണ് പഠിച്ചു നോക്കുന്നത്. ടാബുലർ കോളത്തിൽ നിന്നാണ് എംപിരിക്കൽ ഫോർമുല എടുക്കുക, അല്ലാതെ സ്റ്റെപ്പ് എഴുതിയിട്ടല്ല. ടാബുലർ കോളത്തിന്റെ ക്യാപ്ഷൻസ് നോക്കിക്കോളൂ. ഓരോ കോളത്തിന്റെയും നെയിം ഓഫ് എലിമെന്റ് ആദ്യത്തെ കോളം, പെർസെന്റേജ് ഓർ വെയിറ്റ് ഓഫ് എലിമെന്റ് രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ എന്താണ്? പെർസെന്റേജ് ഓർ വെയിറ്റ് ബൈ അറ്റോമിക് മാസ്. അതായത് ഇവിടെ നിങ്ങൾക്ക് പെർസെന്റേജ് തരാൻ ചിലപ്പോഴും വെയിറ്റും തരാം. വെയിറ്റ് ആണെങ്കിൽ ആ വെയിറ്റ് എടുക്കുക, പെർസെന്റേജ് ആണെങ്കിൽ പെർസെന്റേജ് എടുക്കുക. അതിൽ നിന്ന് അവിടുന്ന് കിട്ടുന്ന വെയിറ്റ് നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാം. ആ റേഷ്യോ ഹോൾ നമ്പർ അല്ലെങ്കിൽ അത് ഹോൾ നമ്പർ ആക്കി മാറ്റണം. ഇതാണ് എംപിരിക്കൽ ഫോർമുല കാണുന്ന മെത്തേഡ്. ഇനി അടുത്തതായിട്ട് ഇതിൽ നിന്ന് മോളിക്കുലർ ഫോർമുല കാണണം. മോളിക്കുലർ ഫോർമുല എങ്ങനെ കാണാം? റിലേഷൻ എടുക്കാം ആദ്യം. എന്താണ് റിലേഷൻ? എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കത് എഴുതാം. ദാറ്റ് ഈസ് മോളിക്കുലർ ഫോർമുല. MF എന്നിട്ടാ പോലെ. മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു empirical formula into n. Empirical formula into n. What is n? N is equal to molecular weight by empirical formula weight. What is molecular weight? You are given vapor density upon 2 into vapor density. That is 2 into 90, that is 180. Vapor density is given. Vapor density എത്രയാണ് നിങ്ങൾക്ക്? 90. അത് തന്നതാണ്. അപ്പൊ ആ വേപ്പർ ഡെൻസിറ്റി എത്രയാണ്? അപ്പോൾ 2 into vapor density, that is 180. That is molecular weight. ഇനി നമുക്ക് n കണ്ടുപിടിക്കാം. n is equal to molecular weight 180 by empirical formula എന്താണ്? CH2O. empirical formula CH2O. That is 180 by ഈ CH2O എന്ന് പറഞ്ഞാൽ അതിലുള്ള അറ്റോമിക് മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാർബൺ 12, ഹൈഡ്രജൻ 2, ഓക്സിജൻ 16. അപ്പൊ എത്രയാ വരിക? 180 by 30. That's equal to 6. ഇതൊക്കെ സിമ്പിൾ ആണ്. എന്ന് കണ്ടുപിടിക്കാൻ മോളിക്കുലർ വെയിറ്റിനെ എംപിരിക്കൽ ഫോർമുല വെയിറ്റ് കൊണ്ട് ഡിവൈഡ്. എംപിരിക്കൽ ഫോർമുല നമ്മൾ നേരത്തെ കണ്ടതാണ്, CH2O ആണ്. അതിൽ അറ്റോമിക് മാസ് ആഡ് ചെയ്താൽ അതിന്റെ ഫോർമുല വെയിറ്റ് കിട്ടും. അങ്ങനെ കിട്ടിയത് 30. അപ്പൊ 180 by 36. ഒരു കാര്യം മനസ്സിലായിക്കോ, ഈ എന്നിന്റെ വാല്യൂ ഹോൾ നമ്പർ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ആ പ്രോബ്ലം എവിടെയോ തെറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി ആ കാൽക്കുലേഷൻ പെർസെന്റേജ് ഡിവൈഡ് ചെയ്യുന്ന എവിടെയോ തെറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കി. എന്നിന്റെ വാല്യൂ എപ്പോഴും ഹോൾ നമ്പർ ആയിരിക്കണം.
അപ്പൊ n കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്ത് വേണം? മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല CH2O 6 ടൈംസ്. അപ്പൊ ഈ CH2O-നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ C6H12O6. That is the molecular formula. I think you understood. കാരണം എന്താ വെച്ചാൽ ഇപ്പം കുറെ നേരമായി, അതുകൊണ്ട് ഞാൻ ഒരു പ്രോബ്ലം മാത്രമേ ഞാൻ ക്ലാസ്സിൽ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. ഇന്നിപ്പോഴെന്തായാലും ഒരു സമയമായതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ക്ലാസ്. അപ്പം ഇത് ശരിക്കും പഠിച്ചു വെക്കണം, കാരണം ഇത് പരീക്ഷയിൽ ചോദിക്കാം. വാട്ട് ഈസ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല? What is the relation between empirical formula and molecular formula? And you will be given a problem also. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നത് പഠിച്ചു വെക്കണം. ഞാൻ നോട്ട്സ് അയക്കും, നോട്ട്സിൽ നോക്കിയിട്ട് ആ പ്രോബ്ലം ശരിക്കും മനസ്സിലാക്കിയിട്ട് എഴുതാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരും. സോ താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ് ഓൾ ദി സ്റ്റുഡൻസ്.